നമസ്കാരം. രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യാഴാഴ്ച കർക്കിടക വാവുബലിയാണ് വരുന്നത്. അതിൻ്റെ വ്രതാനുഷ്ഠാന ചടങ്ങുകളെക്കുറിച്ചാണ് പറയുന്നത്. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിനത്തിലാണ് കർക്കിടക വാവുബലി ആചരിക്കുന്നത്. ഈ വർഷം ജൂലൈ 24 വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ് വരുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കർക്കിടക ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കൾക്ക് നിത്യവും അന്നം കൊടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത്. വ്രതാനുഷ്ഠാനത്തോടെ വേണം ബലിതർപ്പണം നടത്തേണ്ടത്. ശ്രാദ്ധ ദിനത്തിൻ്റെ തലേദിവസം വ്രതം എടുക്കണം. രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ ജലവും ഭക്ഷണവും കഴിക്കാവൂ. മത്സ്യമാംസാദികൾ പാടില്ല. അന്ന് ഒരിക്കലാണ്, അതായത് അന്നേ ദിവസം ഉച്ചയ്ക്ക് മാത്രമേ അരിയാഹാരം കഴിക്കാവൂ. രാവിലെയും രാത്രിയും അരി ചേർക്കാതെയുള്ള മറ്റു ഭക്ഷണങ്ങൾ മിതമായ രീതിയിലാവാം. വീട്ടിൽ നിന്നു തന്നെ ഭക്ഷണം കഴിക്കാൻ സാഹചര്യമുള്ളവർ ആണെങ്കിൽ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കുക. വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അന്നേ ദിവസം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. വ്രതം നോക്കുമ്പോൾ മുടി മുറിക്കുക, നഖം വെട്ടുക തുടങ്ങിയ കാര്യങ്ങളും ചെയ്യരുത്. പിറ്റേന്ന് ശ്രാദ്ധ ദിവസം പുലർച്ചെ കുളിച്ച് ശുദ്ധിയായി എവിടെയാണോ ശ്രാദ്ധകർമ്മം ചെയ്യുന്നത് അവിടെ എത്തി പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടുക. ബലിതർപ്പണത്തിന് ശേഷം മാത്രമേ ജലപാനം നടത്താവൂ. കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിനത്തിൽ നടത്തുന്ന ബലിതർപ്പണം കൊണ്ട് കുടുംബത്തിന് ഐശ്വര്യവും അഭിവൃദ്ധിയും സന്താനങ്ങൾക്ക് ഉയർച്ചയും ഉണ്ടാകും. നിത്യവും പിതൃക്കൾക്ക് അന്നം മൂട്ടുമ്പോൾ അതിൽ പ്രസാദിക്കുന്ന പിതൃക്കൾ ഏത് ആപത്തിലും രക്ഷകരായി തർപ്പണം ചെയ്യുന്നവർക്ക് ഒപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കർക്കിടക വാവ് ബലിതർപ്പണം മുടങ്ങാതെ എല്ലാ വർഷവും ചെയ്യേണ്ടതാണ്. പ്രധാനമായും മഹാവിഷ്ണു, മഹാദേവൻ എന്നിവർ മുഖ്യ പ്രതിഷ്ഠയായുള്ള ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത്. പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്ര കടവുകളിലും പിതൃതർപ്പണത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ആലുവ മണപ്പുറം ക്ഷേത്രം, തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, പെരുമ്പാവൂർ ചേലാമറ്റം ശിവക്ഷേത്രം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം, ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം, കൊല്ലം തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, തിരുവില്വാമല ഐവർമഠം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങിയവ കേരളത്തിലെ പ്രധാന ബലിതർപ്പണ ക്ഷേത്രങ്ങളാണ്. മറ്റ് നിരവധി ക്ഷേത്രങ്ങളിലും ക്ഷേത്രക്കടവുകളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനുള്ള സൗകര്യമുണ്ട്.